ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിതാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇതൊരു കുഞ്ഞ് മിക്സഡ് വ്ലോഗാണ്. അപ്പം ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായി തീർന്നതെന്നല്ല ഞാൻ വ്ലോഗിൽ പറയാം. നമുക്കധികം ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല, വേഗം വ്ലോഗിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ലോഗ് എടുത്തു തുടങ്ങിയത്. അപ്പം അമ്നൂസിൻ്റെ മദ്രസ എല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ കോറിഡോറിൽ കളിക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ നെയ്ബറും ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇവരുള്ളതുകൊണ്ടും കുട്ടീസെല്ലാം ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. അവർക്ക് അവരുടെ നല്ലൊരു ടൈം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി വരും. അപ്പം അത് വന്ന് ചോദിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ വേഗം അവർ കളി കഴിഞ്ഞ് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുകയാണ്. തലേ ദിവസം രാത്രി ഞാൻ സാലഡ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം അതിൽ കുറച്ച് ചിക്കൻ വേവിച്ചത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പേസ്ട്രി ഷീറ്റ്, നമ്മുടെ പഫ് ഷീറ്റില്ലേ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞ് സ്നാക്ക് ആക്കാം. കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്നാക്ക് റെഡിയാക്കാൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കുറച്ച് മതി, നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ മതി കേട്ടോ നമുക്കിത് ഫില്ല് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാപ്സിക്കും ടൊമാറ്റോ അങ്ങനെ എല്ലാതും ഒന്നിങ്ങനെ ഒരു മീഡിയം സൈസുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം കുറേശ്ശെ മതി കേട്ടോ. കാരണം നമ്മൾ ഇത് അതിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് തന്നെ ആവശ്യം വരുന്നുള്ളൂ. സവാളയും കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ അടർത്തി എടുക്കാം കേട്ടോ, ഓരോരോ പീസാക്കിയിട്ട്. അപ്പോൾ അതാ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒലീവ്സും, പിന്നെ അതാ നമ്മൾ ചിക്കന് വേവിച്ചത് ഇട്ടാ, അത് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ സാലഡിന് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോൾ അത് പതുക്കേണ്ട റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അവരിപ്പോൾ എന്തായാലും കളിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. വരുമ്പോഴത്തേന് കുറച്ച് ടൈമെല്ലാം എടുക്കും. അപ്പം ആ ടൈം അപ്പോഴേക്കും എനിക്കെന്തോ വിശക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെടുത്ത് കഴിച്ചതാണ് കേട്ടോ. ഈ ഒരു ഡൈജസ്റ്റീവിൻ്റെ ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ പഫ് ഷീറ്റ്. ഇതിങ്ങനെ സെപ്പറേറ്റിനായിട്ട് ഉണ്ടാവും. ഇത് ഞാൻ ഇതുവരെ വാങ്ങിക്കാത്തൊരു ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു പഫ് ഷീറ്റ്. ഞാൻ അധികം മേടിക്കൽ സ്വിറ്റ്സിൻ്റെ പഫ് ഷീറ്റാണ്. അപ്പം പക്ഷേ ഇതിലൊരു പ്രത്യേകത കണ്ടത് ഇത് കണ്ടില്ല, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ എടുക്കാനെല്ലാം എളുപ്പമാണ്. മറ്റേത് സ്വിറ്റ്സിൻ്റെയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഷീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് എടുക്കുമ്പോഴെല്ലാം അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പഴയ നമ്മളെ സ്വീറ്റ്സിൻ്റെ തന്നെയാണ് ഇതിനേക്കാളും ഇഷ്ടമായത് കേട്ടോ. കാരണം ഇത് അങ്ങനെ അങ്ങ് പൊങ്ങി വരുന്നില്ല. മറ്റേത് ഒന്നുകൂടെ പൊങ്ങി വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഇങ്ങനെ പഫായിട്ട് വരും. ഞാനിപ്പോൾ ഇത് ഓവൻ്റെ ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ ഷീറ്റുകളും ഇങ്ങനെ വെച്ച് കൊടുക്കുക.
പഫ് ഷീറ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്തായാലും നല്ലോണം കവറാക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒരു കവറിലിട്ടിട്ട് റബ്ബർ ബാൻഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഷീറ്റെല്ലാം അത്യാവശ്യം ഇതിൻ്റെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുക്കുന്ന ടൈമിൽ അത്ര തന്നെ തണുപ്പ് പോയിട്ടില്ല. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു റൗണ്ടിനകത്താണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്, വെജിറ്റബിൾസ് എല്ലാതും. കാരണം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പൊന്തി വന്നാൽ എല്ലാം ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ പിസ്സ സോസിനായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, അതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് പിസ്സ സോസ് ഉണ്ടാക്കൽ. മറ്റേ ടൊമാറ്റോ വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊന്നും അങ്ങനെ മേടിക്കലേ ഇല്ല. ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു നടുക്ക് ആ റൗണ്ടിൻ്റെ അകത്തായിട്ട് തന്നെ ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ബേസിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് എല്ലാതും ആകുമ്പോൾ ബൈൻഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുകളിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും കുറച്ചിട്ട് എല്ലാം വെക്കാം കേട്ടോ. എനിക്ക് വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂട്ടി വെക്കും. പിന്നെ കുട്ടികളും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കും കേട്ടോ. അവർക്ക് പിന്നെ ടൊമാറ്റോ ഒന്നും ഇഷ്ടമല്ല, പക്ഷേ എന്നാലും ഞാൻ വെച്ച് കൊടുക്കും. പിന്നെ സവാള എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്, ക്യാപ്സിക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ യെല്ലോ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ടാണ് വെച്ച് കൊടുത്തതാണ്, അല്ലെങ്കിൽ അധികവും ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം തന്നെയാണ് കേട്ടോ യൂസ് ആക്കൽ. അപ്പം നമ്മളടുത്ത് ഇഷ്ടമല്ല വെജിറ്റബിൾസ് നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. അപ്പോൾ ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്, പിന്നെ സവാള വെച്ച് കൊടുക്കുക, ടൊമാറ്റോ വെച്ച് കൊടുക്കുക, പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് പഫ് ഷീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഇത് നമുക്ക് ബ്രെഡിലും ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് പഫ് ഷീറ്റിൽ ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ബ്രെഡിൽ ചെയ്തെടുക്കുന്നതാണ്. ഞാൻ കുറേ വീഡിയോസിൽ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് ബ്രെഡിൻ്റെ താഴ്ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടും അതുപോലെ മുസറല്ല ചീസ് എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരുന്ന വരെ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ഇട്ട് പിന്നെ ഒലീവ്സ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മുസറല്ല ചീസ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ചെഡാർ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അധികം മുസറല്ല വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കൽ. പിന്നെ നല്ലൊരു കളറെല്ലാം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം കറക്റ്റാണ് കേട്ടോ ഇതിന്. അത് ഞാൻ പറഞ്ഞത് ഒരുപാടും നമുക്ക് ഫിൽ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റൂല. ഇനിയിപ്പോൾ നാല് പുറം ഒന്ന് ഞാനിതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മുട്ടയ്ക്ക് പകരമാണ് ഈ വെള്ളം യൂസ് ആക്കിയത്, അല്ലെങ്കിൽ മുട്ട യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ, വൈറ്റ് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഓവനൊന്ന് ഞാനൊന്ന് ഹീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ടൈം വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പം ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമാണ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളിത് വെച്ച് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് നേരമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. 20 മിനിറ്റ് കൊണ്ട് തന്നെ പഫ് ഷീറ്റ് എല്ലാം കുക്കായി ചീസെല്ലാം മെൽറ്റായിട്ട് വരും. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മളുടെ പഫ് പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെർവ് ചെയ്യാനും നല്ല കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഫില്ലിംഗ് ആക്കിയിട്ട് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
ഈ പഫ് പിസ്സ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് വേറെ എന്തെല്ലോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഒട്ടും സംഭവിക്കാത്തൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ഒരു ഉറക്കം. പ്രത്യേകിച്ച് ഒരു 7:30 8 o'clock ആ ഒരു ടൈമിലൊന്നും ഞാൻ അങ്ങനെ ഉറങ്ങലേ ഇല്ല. എന്താണെന്ന് അറിയില്ല, അറിയാണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു 9:15 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് പിന്നെ ഞാൻ വേഗം അവർക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കുക. എനിക്ക് കാര്യമായിട്ട് വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം ബ്രോക്കലി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബട്ടറും പെപ്പറും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ കാര്യമായിട്ട് വീഡിയോയിൽ എടുക്കണമെന്ന് വിചാരിച്ചാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയി പോകട്ടെ. പക്ഷേ ഉറങ്ങിയിട്ട് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ എല്ലാം സോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഒന്നിട്ട് സോട്ട് ചെയ്യണ്ട. ഒരുപാട് കുക്കിങ്ങൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ബ്രോക്കലിക്കെല്ലാം. പിന്നെ 2 ബുൾസൈ കൂടെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ഇത് മതിയാവട്ടെ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഇനിയിപ്പോൾ അതിലേക്ക് പത്തലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബുൾസൈ ആക്കുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മുട്ടയുടെ മഞ്ഞയുടെ ഭാഗത്ത് ആ ഒരു മുകൾ ഭാഗമല്ലേ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം വേഗം കരിഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് കുട്ടീസിൻ്റെ ഡിന്നർ. പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ബോട്ടിലോട്ട് ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് എടുക്കുകയാണ്. പിറ്റേന്ന് രാവിലെ കേട്ടോ അതെല്ലാം പിന്നെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്നോട് ഇപ്പോൾ വീഡിയോസിൻ്റെ വ്യൂസ് എല്ലാം കുറയുന്ന ടൈമിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവർക്കും ഷോർട്സ് കാണാനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം. ആരും ഇപ്പോൾ അങ്ങനെ വ്ളോഗൊന്നും കാണുന്നില്ല, ആർക്കും ഇപ്പോൾ അതിന് ടൈമില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്കും ഇതുപോലെ ഷോർട്സ് മാത്രമാണോ ഇഷ്ടം, അതോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ? പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണോ ഇഷ്ടം, അതോ ഷോർട്സ് പോലത്തെ വീഡിയോസാണോ ഇഷ്ടം എന്നുള്ളത്. എന്നാൽ പിന്നെ അതിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ നമ്മളൊരു വ്ളോഗ് എടുത്ത് തീരാൻ. ഇപ്പം നമ്മളൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന കറി മിക്കവാറും 1 മണിക്കൂറെല്ലാം എടുക്കും നമ്മളത് കുക്ക് ചെയ്തിട്ട് വരാൻ. കാരണം ഓരോന്നും നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അതിൻ്റേതായ അളവിലും അതുപോലെ വൃത്തിയിലും നിങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പം എങ്ങനെ പോയാലും നമ്മൾ കുറേ ടൈം എടുക്കും. ഷോർട്സ് ആകുമ്പോൾ പിന്നെ ഒരുപാട് ടൈം എടുക്കൂല കേട്ടോ. നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചാൽ നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി. പക്ഷേ എന്നാലും അതിനും പണി ഉണ്ടില്ല എന്നല്ല, പക്ഷേ വ്ളോഗ് ചെയ്യുന്ന അത്ര തന്നെ പണിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണോ അതോ ഷോർട്ട് പോലത്തെ വീഡിയോസാണോ കൂടുതൽ താല്പര്യം ഉള്ളതെന്നുള്ളത്. പിന്നെ എന്താ, അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കണ്ടെയ്നറിനകത്ത് ആക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എല്ലാം കണ്ടെയ്നറിനകത്തേക്ക് ആക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇന്ന് കുറച്ച് പണികളെല്ലാം ചെയ്തെടുക്കുക, കുറച്ച് ഓർഗനൈസ് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസം ഫുഡ് സിമ്പിളാക്കൂട്ടോ. കാരണം നമുക്ക് എല്ലാ പണികളും കൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ നമ്മൾ ഒരുപാട് ടയേർഡായി പോവും, ആകെ എക്സോസ്റ്റഡ് ആയി പോവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഓട്സ് തന്നെയാണ് കഴിക്കുന്നത്.
പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. ചില ടൈമിൽ വേഗം പണികൾ തീർക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ മടിയായി പോവും. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികൾ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നത്. ഇപ്പോൾ കിച്ചണിലും പണികളുണ്ട്, അല്ലെങ്കിൽ കഴുകാനും ക്ലീൻ ആക്കാനെല്ലാം ഉണ്ട്. അതുപോലെ ബെഡ്റൂമും ഹാളും ഒക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് പണി ചെയ്താലാണ് നമുക്ക് കുറച്ച് മനസ്സമാധാനം ഉണ്ടാവുക, ആ ഒരു പണി പെട്ടെന്ന് തീർക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കിച്ചണിലും ക്ലീൻ ആക്കാനുണ്ടായിരുന്നു, അതുപോലെ ബെഡ്റൂമിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. കിച്ചൺ ക്ലീൻ ആക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ വേഗം കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കേട്ടോ അത് മറ്റുള്ളത് ചെയ്തെടുക്കാൻ പോലെ, അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ മറ്റു പണികൾ ചെയ്തെടുക്കുമ്പോൾ അയ്യോ അത് ചെയ്യണമല്ലോ എന്നിങ്ങനെ കൂടുതൽ സ്ട്രെസ്സാവും. അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള അങ്ങനത്തെ ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ തന്നെയുള്ള ആ ഒരു മൂഡൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിതാ കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നിന്നാണ് കേട്ടോ. അപ്പോഴേക്കും ഉച്ചയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അമ്നൂസെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. ലഞ്ച് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ള പണികളൊക്കെ നിൽക്കുന്നത്. കിച്ചണെല്ലാം ക്ലീൻ ആക്കി പിന്നെ ഇതാ ഫ്രൂട്ടെല്ലാം കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടാണ് പിന്നെ ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ അവർ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ട് കളിക്കാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണികളുടെ ഇടയിൽ നിന്ന് കളിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ അതെല്ലാം കട്ടാക്കി ഇനിയിപ്പോൾ അതാ കിച്ചണെല്ലാം നീറ്റായിട്ടുണ്ട് കേട്ടോ. കിച്ചൺ നീറ്റായിട്ട് കിടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനമാണ് കേട്ടോ. പിന്നെ വേറെ എന്ത് ജോലി ചെയ്യാനും ഭയങ്കര ഒരു സുഖമാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കബോർഡെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് 2-3 ഡ്രസ്സുകൾ ഒന്ന് മാറ്റി വെക്കാനുണ്ട്, ഒഴിവാക്കാനുള്ളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം മാറ്റി വെക്കലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടി പോവുള്ളൂ. പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഓർഗനൈസിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അപ്പോൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ പാൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് ഫോൾഡ് ചെയ്തിട്ട് വെക്കൽ. പിന്നെ ഒഴിവാക്കുന്ന ഡ്രസ്സെല്ലാം ഫോൾഡ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ എടുത്തിട്ട് ഡൊണേഷൻ ബോക്സിൽ വെക്കും, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കളയലാണ് കേട്ടോ. കാരണം നമുക്ക് ഒട്ടും യൂസ് ആക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്തായാലും നമുക്ക് ഡൊണേഷൻ ബോക്സിൽ ഇടാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ ഐറ്റംസ് ഞാൻ ഒഴിവാക്കും. നല്ല നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്താലും അവർക്ക് ഇടാമെന്ന് പറ്റുന്ന ഐറ്റംസ് എല്ലാം ഡൊണേഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ആണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പം അതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഈ ഒരു ചാനൽ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.